അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങിയാലോ. ഉറക്കത്തിൽ നിന്ന് പിടിച്ചുണർത്തിയത് പൊന്നൂസിനെ ഒരുക്കി റെഡിയാക്കുകയാണ്. പല്ല് മാത്രം തേച്ചിട്ട് വേഗം റെഡിയാവാൻ പറഞ്ഞു. ഇപ്പം തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ട്യൂഷൻ ക്ലാസ്സിലെത്തണം. 2 മണി. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ട്യൂഷൻ വെച്ചു. ഇന്ന് ട്യൂഷൻ വെക്കാൻ കാരണം എക്സാം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെക്കത്തില്ല. അപ്പോൾ പൊന്നൂനെ വിടുവാണ്. കാരണം ഇവക്ക് ഇവക്ക് ഹരിക്കാനൊക്കെ ഭയങ്കര പാടാട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്താലും അവർ പറഞ്ഞു കൊടുക്കുമ്പം കുറച്ചും കൂടെ നല്ലപോലെ മനസ്സിലാവും. അതുകൊണ്ടാണ് പൊന്നൂനെ വിടുന്നത്. മൂന്ന് കുട്ടനെ ചെറിയൊരു വയറ് വേദന, മൂന്ന് കുട്ടനെ വിടുന്നില്ല കേട്ടോ. അതുമല്ല അവരറിയാം പൊന്നൂന് മാത്സ് ആയിട്ട് നമ്മൾ ഇന്ന് വിടുന്നത്. അപ്പം മുടിയൊക്കെ കെട്ടി പറഞ്ഞു വിടട്ടെ. മൂന്നുകുട്ടനെ നമ്മൾ കൊഞ്ച് കഴിച്ചതിന് ശേഷമാണ് ചെറിയ വയറുവേദന. അണ്ണൻ്റെ കൊഞ്ച് തീറ്റി ഇനിയില്ല. മോനോട്ടം വേണ്ടെന്ന് പറഞ്ഞാ നിർബന്ധിച്ച് കൊടുത്തതാ. ആ പോട്ട് ശരിയാക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൊഞ്ച് കഴിച്ചു, ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. അപ്പം ഇത് ഈ മീൻ എന്തുവായിരുന്നു അണ്ണേ? പൊന്മീനോ? ഇന്നലെ മീൻ മേടിക്കാൻ അപ്പൊ ഇത് പൊന്മീനോ കിളിമീനല്ല പൊന്മീനെന്നോ എന്തോ പറഞ്ഞു തന്നത് കേട്ടോ. നമ്മുടെ ഈ ചൂരെ പോലെ നീണ്ടിരിക്കുന്ന ഒരു മീനാ, കട്ട് ചെയ്തത്. ഇത് നമ്മുടെ ചാള. അപ്പം ഐസിനടുത്ത് വെള്ളത്തിലിടാം. ഇത് ഇഡലി ഇന്നലെ ഉണ്ടാക്കിയ പാത്രമാണ്. ഇത് ഇന്നലെ രാത്രി 3 കുട്ടന് വയറുവേദന. അപ്പം കട്ടൻ ചായയിൽ നാരങ്ങ നീര് വെച്ച് കൊടുക്കൂലേ, അത് ഇത്രയും പാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും കഴുകി വയ്ക്കാം. പൊന്നു ടാറ്റ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ട്യൂഷൻ ചേച്ചി പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ പഠിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിപ്പോവും. മാത്സ് ആണ്, ചെറിയ ഇത് മതി, മൊത്തം തെറ്റിപ്പോവും. ഓക്കെ ബൈ ടാറ്റ. പൊന്നൂസും അണ്ണനും പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ജോലി ഇത് അടുക്കിപ്പറക്കും തൂപ്പും തുടയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് സെറ്റാക്കിയിടും. എൻ്റെ ഒരു നമ്മൾ ഈ പ്രായമായതിനു ശേഷം നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അമ്മമാരെ നമ്മൾ സഹായിക്കുമല്ലോ. ആ ഒരു ടൈം മുതലേ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അടുക്കിപ്പറക്കും തൂപ്പും തുടക്കമാണ്. എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വരുവാണ് പെട്ടെന്ന്. അപ്പോൾ അവരാരും അടുക്കളയിൽ നേരെ പോയിട്ട് നമ്മുടെ പാത്രങ്ങൾ ആരും തപ്പി നോക്കൂല, നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് വെച്ചതെന്ന്. അവർ വരുമ്പോൾ നമ്മുടെ മുറ്റത്തൂടെയും നമ്മൾ ഹാളിൽ വന്നിരിക്കും. അപ്പോൾ അവർ കണ്ണുകൊണ്ടാണ് നോക്കുന്നത് നമ്മുടെ വീട്ടിലെ വൃത്തി. അപ്പോൾ നമ്മുടെ വീട് ആദ്യം വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ സമയം ഒരാൾ വന്നാൽ നമുക്ക് പേടിക്കണ്ട, ഓടണ്ട, അടുക്കി പറക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മുടെ വീട് വൃത്തിയായിരിക്കും, നമുക്കും ആ ഒരു സമാധാനം കാണും. എൻ്റെ അമ്മ എന്നെ അടുക്കിപ്പറക്കാരി എന്നാണ് കൊച്ചിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഇതാണ് പ്രധാനം. അപ്പോൾ തുടങ്ങാം. ഇനി കുക്കിംഗ് ആണ് കേട്ടോ. അയ്യോ തൂത്ത് എല്ലാം കഴിയുമ്പോൾ തലയ്ക്കകത്ത് എന്തൊന്ന് കറങ്ങുന്ന പോലെ. പിന്നെ അതുപോലെ ഇന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പൊന്നൂസും മോട്ടന് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കും. പെട്ടെന്ന് അവർ പോകാൻ വേണ്ടി നമുക്ക് ചോറും കറിയൊക്കെ ആവുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് തൂത്ത് തുടച്ചാൽ ജോലി കഴിയും. ഇത് ഞായറാഴ്ച അല്ലേന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഉറങ്ങി. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേ എണീറ്റത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി കൊഞ്ചുകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ വറുത്തരച്ചൊക്കെ അടിപൊളിയായിട്ട് കറി വെച്ചു. അപ്പം 3 കൂട്ടം പറഞ്ഞ് വേണ്ട, എനിക്ക് ചാറ് മതിയെന്നേ. പണമരവും തിന്നണ നല്ല ടേസ്റ്റാണ്. അവൻ ഈ പൊരിച്ചത് തിന്നും, കറി വെച്ച് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ കേട്ടോ. അങ്ങനെയാണ് നിർബന്ധിച്ച് കഴിച്ചപ്പം ഇഷ്ടപ്പെട്ട് അങ്ങനെ കുറേ അങ്ങ് കഴിച്ചു. 2ാമത് 3ാമത് വാങ്ങിച്ച് കൊഞ്ച് പറക്കി കഴിച്ചു. അങ്ങനെ അവന് കൊഞ്ച് ഗ്യാസാന്ന് പറയാറുണ്ടല്ലോ, ഗ്യാസിൻ്റെ ആയിരിക്കാം വയറുവേദന. പിന്നെ മരുന്ന് കൊടുത്ത് അവിടെ ഇരിപ്പുണ്ട് കാർട്ടൂണും കണ്ടുകൊണ്ട്. അയ്യോ ഇനി കുക്കിംഗ്. ഇനി അണ്ണൻ ചോറുണ്ണ സമയത്തിനെ വരും. അപ്പോൾ പൊന്നൂസിനെ ട്യൂഷന് ചോറുണ്ണ അണ്ണൻ വരുത്തില്ല ചിലപ്പോൾ സമയത്ത്. 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. എന്നാലും ചോറും ഇവിടുന്ന് വന്നുകൊണ്ടു. അപ്പം പൊന്നൂസിനെ 12 മണിയാകുമ്പോൾ ട്യൂഷന് നമ്മൾ തന്നെ പോയി വിളിക്കണം. അതിന് മുമ്പ് ഇതെല്ലാം സെറ്റാക്കി കുളിക്കണം ഞാൻ, എന്നല്ലേ വിളിക്കാൻ പോകാൻ പറ്റൂ. അപ്പോൾ തുടങ്ങാം. തുടയ്ക്കുന്ന സാധനം ഒടിഞ്ഞ് ഇനി അത് പുതിയത് മേടിച്ചാൽ പറ്റും. ഈ വെപ്രാളത്തിൽ എന്തെങ്കിലും തൊട്ടാൽ ഇങ്ങനെയാണ്. ഇന്നലെ ചന്തയിൽ മീൻ വാങ്ങാൻ പോയപ്പോൾ കണ്ടതാണ് അവിടെ പച്ച ചീര ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പിടി ചീര വാങ്ങിച്ചു.
ചീര കഴുകി വൃത്തിയാക്കി കുനുകുനാ അരിഞ്ഞിങ്ങ് എടുത്തു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു പകുതി വെക്കാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു കാരണം ഇത് വാടി വരുമ്പോൾ സംഭവം ഒന്നും കാണൂലല്ലോ, അതുകൊണ്ട് മൊത്തം അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചീരത്തോരനൊക്കെ നാളത്തേക്കും ഫ്രിഡ്ജിൽ വെച്ചാലും കൊള്ളൂല. പിന്നെ ഞാൻ വേഗം മീൻകറിക്കുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞ് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചാലും നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ അരിയുക, കുക്ക് ചെയ്യുക, അപ്പം നമ്മുടെ ഇരട്ടി സമയവും പൊക്കോണ്ടിരിക്കും. വറുക്കാനുള്ള നമ്മുടെ പൊടിച്ചാളയെല്ലാം കൂടെ മസാല പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് മസാല പിടിക്കും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, എരിയില്ല. എല്ലാം കൂടി ഇതേ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞ മീൻ ഇതാണ് കേട്ടോ, പൊന്മീൻ എന്നാണ് അവർ പറഞ്ഞ് എനിക്ക് തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മീൻ. മീൻകറിയും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഇവിടെ അടുത്താ മോനക്കുട്ടൻ ഇവിടെ ഇരുന്ന് കാട്ടും കണ്ടോളും. വേഗം പോയിട്ടോളും. അതെങ്ങനെയാ മീൻപാട ദേഹം മുഴുവൻ മീൻ കഴുകിയതും ഒക്കെ ഡ്രസ് കുളിക്കാതെ പോകാൻ പറ്റും. എനിക്ക് ഇല്ല, ആകെ ഒരു 15 മിനിറ്റും ഉണ്ട്. വേഗം ചടപടേന്നാകട്ടെ. മീൻകറി അടുപ്പത്ത് തീ കുറച്ച് വെച്ചിട്ട് ഇതേ പൊന്നൂസിനെ വിളിക്കാൻ പോവാണ് കേട്ടോ. 12:10 സമയം. പിന്നെ ആ ക്ലോക്ക് നോക്കണ്ട കേട്ടോ, 10 മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചേക്കോണം. നമുക്ക് ഈ സ്കൂളിൽ പോകാനും പുറത്ത് പോകാനൊക്കെ ഉള്ള സമയത്ത് വേണ്ടി 10 മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചേക്കോണം. ഫോണിലും വാച്ചിലൊക്കെ കറക്റ്റ് സമയം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മോനൂട്ട ഇവിടെ ഇരി, അമ്മച്ചി ഓടിപ്പോയി അക്കച്ചി വിളിച്ചോണ്ട് വരാമെന്ന്. പക്ഷേ മോനൂട്ടനെ പറ്റൂല, മോനൂട്ടനും എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഇവിടെ അടുത്തൊരു വീട്ടിലാണ് കേട്ടോ ട്യൂഷൻ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വരാം. പൊന്നൂസിന് മാത്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്ന് വിട്ടത്, സൺഡേ ആയിട്ടും, അല്ലെങ്കിൽ വിടൂലായിരുന്നു. മോനക്കുട്ടൻ്റെ പൊന്നൂസിനെ വിളിക്കാൻ പോകുന്നു. കഴിഞ്ഞില്ലേ നമ്മുടെ പൊന്നൂസ് വരുന്നേ. പഠിച്ചോ കണ്ണാ? പൊന്നൂസിനെ ഹരിക്കാൻ ഭയങ്കര പാടാട്ടോ. ഇന്നലെ ഞാൻ ഇരുത്തി പഠിപ്പിച്ചാ. പോവാ നിൽക്കി അമ്മച്ചി. പൊന്നൂസിനെ ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഷോട്ട് ഇട്ടായിരുന്നു. അതിനകത്ത് പാവാടി ഉടുപ്പൊക്കെ തെച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുഷ്പ ടൂവിലെ ഡാൻസ് അവളല്ലാതെ ഒരുപാട് വിട്ട് കളിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു സാധാ ഡ്രസ്സ് ഇട്ടല്ലേ, അവളുടെ ഡ്രസ്സ് ഇട്ടാ സാധാരണ കളിക്കുന്നത്, എല്ലാവരും ഡാൻസ് കളിക്കുന്നല്ലേ, അതിൻ്റെതായ കോസ്റ്റ്യൂം ഒന്നും ഇട്ട് അവൾ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി മിനിക്ക് പാവാടി ഉടുപ്പൊക്കെ തച്ച് പൊന്നിനോട് ഡാൻസ് ക്ലാസ്സിൽ പോയി ഡാൻസ് കളിപ്പിക്കാൻ. അപ്പം 2 മണിക്കായി പൊന്നൂസിന് ക്ലാസ്. അവിടെ പോയി കാണാനില്ല പൊന്നെ, അവിടെ ഇരി. അപ്പം അതൊക്കെ ഇട്ട് ഞാനും ഇന്ന് കൂടെ പോകും. അവിടെ പോയി ഒരുക്കി ഇന്ന് അടിപൊളിയായിട്ട് കളിപ്പിക്കണം. അപ്പം ഇനി എനിക്ക് മീനും കൂടെ ഒന്ന് വറുത്താൽ മതി കേട്ടോ. സ്വസ്ഥം സമാധാനം. പിന്നെ പൊന്നെ അയ്യോ സെറ്റ് ചെയ്തേ. നമ്മുടെ മീൻകറി നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല വറ്റണം, അതാണ് എനിക്കിഷ്ടം. മോനൂട്ടന് ചാറൊഴിക്കണോ? മീൻ മാത്രം മതി ഒടി കറി? ചാറൊഴിക്കണോ? വാ, എരി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. മോനൂട്ടൻ ഈ ചാളയും നെത്തോളിയും ഇഷ്ടമല്ല, പേടിയാവന്, മുള്ളു കൊള്ളും കേട്ടോ. അപ്പോൾ ദേ അമ്മ മീൻ കറി വെച്ചിട്ടുണ്ട്, ഒഴിച്ച് അതുകൊണ്ട് 2 കഷ്ണം കൊടുക്കും കേട്ടോ. ചാള വെക്കട്ടെ, കടിച്ച് തിന്നുമോ മക്കള്? വേണ്ടേ? ചീരത്തോരൻ വെക്കട്ടെ? മീൻകറി മാത്രം മതിയോ? ഞാനും കഴിക്കട്ടെ. തീരെ എത്ര നേരമായിട്ട് നിങ്ങൾക്ക് പറയാം. ചോറ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ അണ്ണനെ ഒന്ന് വിളിച്ചത് പോലും ഇല്ല കേട്ടോ. അതെങ്ങനെയാ, അവര് വെളിയിൽ പോയി കഷ്ടപ്പെടുന്നു, അപ്പം നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുന്നയാ, എന്തോ ആ എണ്ണയെന്നൊക്കെ. ഇന്ന് വിളിച്ചതേ കഴിച്ചിട്ട് വിളിക്കാം. മീൻകറി കുറച്ചുകൂടെ വറ്റണം. വേണ്ടെന്ന് തോന്നുന്നല്ലേ? വേണ്ട, ലാസ്റ്റ് ചാറ് കാണത്തില്ല. രാത്രി ഇനി വേറെ കറി വെക്കണ്ടായിരിക്കും.
പൊന്നൂസും മോണ്ടന് കാർട്ടൂൺ കണ്ട് ടി വി കാണുകയാണ്. എനിക്കും വേറെ വഴിയൊന്നുമില്ല, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നേ പറ്റൂ, സിനിമയൊന്നും ഇടൂല അവർ. അങ്ങനെ ഞാനും ദേ കാർട്ടൂൺ നോക്കി ഇരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. മീൻകറി നല്ല വറ്റിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മീനാണ്. നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോക്കി ഏതൊക്കെയെന്ന് ഫ്രണ്ട്സ് ഓട്ടമായിരുന്നു കണ്ട് ഒരിക്കലും പറക്കലും ഒക്കെ ആയിട്ട്. മോൻകുട്ട ആ അണ്ണൻ ചക്ക സമയത്ത് ചോറെണ്ണം വന്ന് ഇനി ഞങ്ങളെ ആക്കിയിട്ട് അണ്ണൻ വീണ്ടും തിരിച്ചു പോകും. ബാ മക്കളെ ബാ ബാ, സ്കൂട്ടിയിലല്ല നമ്മൾ കാറി അത്ത അങ്ങോട്ടാക്കും, വേഗം ബാ. ടാറ്റാ പോവാം ബാ. ഡാൻസ് ക്ലാസ്സിൽ ചെല്ലുന്നവരെ സന്തോഷമായിരുന്നു മുത്തുമണി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി കേട്ടോ. പൊന്നൂസിൻ്റെ കൂടെ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിരുന്ന സാറ് എന്തോ മരണമായതുകൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ പകരം ഇന്ന് ക്ലാസ് എടുക്കുന്ന ആരാന്ന് പറഞ്ഞു. വേറൊരു സാറ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ആ സാറിനോട് മോളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി, മോള് തന്നെ കളിക്കുമെന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ആ സാറ് ഇന്ന് വരത്തില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് ആകെ സങ്കടമായി, പൊന്നൂനും സങ്കടമായി. പൊന്നു പറയാം എന്നാൽ നമുക്ക് പോവാമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, നമ്മൾ വന്നതല്ലേ, ഈ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് വരെ തയ്പ്പിച്ചത്, വന്നതല്ലേ, അതുമല്ല ആരും പഠിപ്പിച്ചില്ലെങ്കിലും മക്കൾ തന്നെ കളിക്കുന്നതാണ് നല്ലത്, മക്കൾക്ക് അറിയാവുന്ന പോലെ മക്കൾ കളിക്ക് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പൊന്നൂസിന് അങ്ങ് ഹാപ്പിയായി. പിന്നെ അവിടെ പാട്ടിടുമ്പോഴെല്ലാം പൊന്നു കളിക്കുമായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞു, മോനെ ചുമ്മാ നിന്ന് കളിച്ചാൽ നമുക്ക് കിതയ്ക്കും, പിന്നെ നല്ലപോലെ കളിക്കാൻ പറ്റൂലാന്ന്. പിന്നെ 1-2 വട്ടം ഞാനൊന്ന് കാണിച്ചു കൊടുക്കുകയും റിഹേഴ്സൽ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പൊന്നുവിനെ ഒരുക്കിയതേ നല്ലതാക്കി, ഒരുക്കിയത് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ പറയണേ മുത്തുമണി. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഒരുക്കി കേട്ടോ. കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, കാറിൽ ഷൂ ഇട്ടിട്ടാണ് വന്നത്, കളിക്കാൻ ഷൂ ഇല്ല. അപ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞു മോള് നിൽപ്പുണ്ടായിരുന്നു, അവളുടെ ഷൂ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് പാകമായിരുന്നു. അങ്ങനെ അതിട്ടൊരു ഡാൻസ് കളിച്ചു. പിന്നെ ഞാൻ അണ്ണനെ ഒന്ന് വിളിച്ചു, അണ്ണനെ അങ്ങ് പോയോന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി ഒരു 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തി എന്ന് പറഞ്ഞു അണ്ണൻ. അപ്പം ഞാൻ പറഞ്ഞാൽ സാരമില്ല അണ്ണൻ പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ഡ്രസ്സ് മാറുന്ന സമയമായപ്പോൾ അണ്ണൻ ആ ഷൂവും കൊണ്ട് ഓടി വന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ അണ്ണൻ ഷൂ കൊണ്ടുവന്ന് ആ മോളുടെ ഷൂ തിരിച്ചു കൊടുത്തിട്ട് പൊന്നുവിൻ്റെ ഷൂ ഇട്ട് തന്നെ സെക്കൻഡ് ഡാൻസ് കളിച്ചു. അപ്പോൾ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ അവർക്ക് കൊളാബ് ഇടാൻ വേണ്ടിയിട്ട് അവിടുത്തെ അവരും ഡാൻസ് ഇന്ന് അങ്ങോട്ട് വെയ്യ. അയ്യോ എല്ലാം വെയ്യ്, ഡാൻസ് കളഞ്ഞ് ഞങ്ങൾ തളർന്ന് ഊത്തിപ്പോ. ആണ്ട് പൊന്നു ഒരിടത്തകത്ത് വെയ്യ്. ഇനി അടുത്ത ഡാൻസിന് യൂസ് ചെയ്യാം നമുക്ക്. പോവുക ഫ്രണ്ട്സ്. അണ്ണൻ വന്നിട്ട് കാര്യമായി, അല്ലെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. അയ്യോ അയ്യോ. ഡാൻസ് കളിച്ച് തളർന്നത്ത ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പൊന്നൂസ്. പക്ഷേ വൈകുന്നേരം സമയങ്ങളിൽ അണ്ണൻ തണുത്തി ഒന്നും കൊടുക്കാൻ സമ്മതിക്കില്ല, കാരണം പെട്ടെന്ന് പനി വരുന്നേ. പിന്നെ പൊന്നു എന്നെ അങ്ങ് സോപ്പിട്ടു. പിന്നെ ഞാൻ പറഞ്ഞു അണ്ണനെ വാങ്ങിച്ചോടാ. അണ്ണൻ പറഞ്ഞു രാത്രി ചുമച്ചാൽ നീ തന്നെ കൊണ്ടോടണം, എന്നോട് പറയേ ചെയ്യില്ല. അമ്മക്ക് അമ്മ ഒരു വാനിലയുടെ പാക്കറ്റ്, അത്താക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമായോണ്ട് അമ്മയ്ക്ക് മാത്രം 2 സിപ്പോപ്പ്, ഞങ്ങൾക്ക് 2 പേർക്കും 1 സിപ്പോപ്പ്. അതെ, അവിടുത്തെ ഒരു ബംഗാളി ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നെ. ഇതാണോ ഞാൻ പറഞ്ഞ മുട്ട പപ്സ്? ഇവർക്ക് അയ്യോ ഇല്ല, എനിക്ക് മാത്രമാണോ? നമുക്ക് രണ്ടുപേർക്ക് ഓരോന്ന്, ഇവർക്ക് വേണ്ട. നന്നായി. അപ്പൊ നമുക്ക് പോവാം. മുത്തുമണി അങ്ങനെ രണ്ട് വീടെത്തി. സാധാരണ ചോറുണ്ണാതെ ഓടി വന്നതെന്ന്. അവിടെ നിന്നപ്പോൾ ഷൂവിൻ്റെ കാര്യം വിളിച്ചപ്പോൾ ഒരു ഷൂ കൊണ്ടുവന്നത്. സിപ്പപ്പ് ഇന്ന് നാക്ക് കുഴയാണ്. അപ്പം മുത്തുമണി ഞാനിനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ഡാൻസിൻ്റെ. മുത്തുമണി സ്റ്റാറ്റ തല വേണം. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.